ഹലോ, ഇന്ന് വിയറ്റ്നാമിൽ നമ്മളുടെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് 9 കിലോമീറ്റർ അകലെയുള്ള മാർബിൾ മൗണ്ടൻ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും മാർബിളിൽ ഇങ്ങനെ കൊത്തിയ ശില്പങ്ങളൊക്കെ, ഒത്തിരി കടകൾ കാണാം. ദൂരെ നിന്ന് വരുമ്പോഴേ ഇവരുടെ അങ്ങോട്ട് നമുക്ക് കയറാനുള്ള ലിഫ്റ്റൊക്കെ കാണാൻ പറ്റും. ഈ മൗണ്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഈ നമ്മൾ നടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, കാല് വെക്കുന്നിടത്തൊക്കെ മാർബിളായിരിക്കും. അതുകൊണ്ട് മഴക്കാലത്തൊന്നും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, സ്ലിപ്പറിയാണ് ഭയങ്കരമായിട്ടും. ഇത് കേവ്സ് ഇഷ്ടം പോലെയുണ്ട്, നമ്മുടെ ഗുണ കേവ്സ് ഒക്കെ പോലെ. അതിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റില്ല, പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് കേവിൻ്റെ അകത്തൂടെ കയറി അതിൻ്റെ അകത്തുള്ള അവരുടെ ദൈവങ്ങളെയൊക്കെ കാണാൻ പറ്റും. ഒരുപാട് ബുദ്ധയുടെ സ്റ്റാച്യു, അവരുടെ ശരിക്കും ഇവിടെയുള്ളവർ പ്രെയർ ചെയ്യാനൊക്കെ വരുന്നതാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഒത്തിരി ദൈവങ്ങളുടെ പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മൗണ്ടൻ്റെ മേളിലോട്ട് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിൽ കയറി വേണം മേളിലോട്ട് ചെല്ലാൻ. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഒരു വ്യൂ കാണാം. ടണലിൻ്റെ അകത്തൊക്കെ ഒരുപാടുണ്ട് കേട്ടോ കാണാനൊക്കെ. ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തീരില്ല, അതുപോലെ കാണാനായിട്ടുണ്ട് ഉള്ളിലോട്ട്. അതൊന്നും ഞങ്ങൾ ഇതിൽ കാണിച്ചിട്ടില്ല. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇത് ഇങ്ങോട്ട് ഇറങ്ങേണ്ട കാര്യമില്ലായിരുന്നു, തിരിച്ച് അതുവഴി കയറി പോവാം. പക്ഷെ അതൊരു മേളിലോട്ട് നമ്മൾ ഇച്ചിരി പിടച്ച് കയറണം. അപ്പോൾ അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടുള്ളവരൊന്നും അതുവഴി പോകില്ല. ഞങ്ങളെന്താണേലും ഒന്ന് റിസ്ക് എടുക്കാമെന്ന് തീരുമാനിച്ചു. കണ്ടോ, ഇതുവഴി വേണം അങ്ങോട്ട് കയറാനായിട്ട്. ഞാൻ കയറാൻ ഇച്ചിരി പണി പെട്ടു. ഇത് കയറി വന്ന് ഇവിടെ നിൽക്കുമ്പോൾ കാണുന്ന ഒരു നല്ല വ്യൂ ആയത് കണ്ടോ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു കേവിൻ്റെ അകത്ത് ഒരു കല്ലിൽ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തബലയിൽ അടിക്കണ പോലെ സൗണ്ട് കേൾക്കും. പക്ഷെ അത് ഇങ്ങനെ കൈ ഇങ്ങനെ കുറച്ചിങ്ങനെ ശക്തിയിൽ ഒരു പ്രത്യേക തരത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും നല്ലൊരു സൗണ്ട് കേൾക്കാം. ഇതൊന്നും നമുക്ക് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോരാൻ പറ്റില്ല, അത് കാരണം വലിയ കഷ്ടമായിപ്പോയി. എന്ത് ഭംഗിയുള്ള കൊത്തുപണികളാന്ന് നോക്കിക്കേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാം ഈ ഒറ്റ കല്ലിൽ കൊത്തി എടുത്തേക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. എല്ലാം മാർബിളാണ് കേട്ടോ, വൈറ്റ് മാർബിള്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഡാലാത്ത് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഡാലാത്തിലോട്ട് പോകാനായിട്ട് നമുക്ക് 12-13 മണിക്കൂർ എടുത്തു. നമ്മൾ ഒരു ദിവസം ഫുള്ള് ട്രാവലിംഗ് ആയിരുന്നു. ഞങ്ങൾ ട്രാവൽ ചെയ്ത ബസ് കണ്ടോ, നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ലേ. ബസ്സൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇരിക്കാൻ പറ്റില്ല, കിടക്കാനേ പറ്റുള്ളൂ. 3 റോ ആയിട്ടാണ് ഉള്ളത്. ഡാലാത്തിൽ ഞങ്ങൾ രാവിലെ വന്നിറങ്ങി, അവിടുന്ന് ഹോട്ടലിലോട്ട് പോയി. നമ്മൾ സ്റ്റേ ചെയ്ത റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ്. ഇവിടുത്തെ സ്റ്റേക്ക് നമുക്ക് കോസ്റ്റായത് 3 ദിവസത്തേക്ക് 7000 രൂപ. ഡാലാത്തിൽ അന്ന് കാണാൻ പോയതൊരു ക്ലേ ടണലാണ്.
അവിടെ നമുക്ക് ഒരാൾക്ക് 250 രൂപ ചാർജ് വരും. അതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ ക്ലേ കൊണ്ട് പല പല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. എലിഫൻറ്റും കുറേ ഉണ്ട്, അണ്ണാനുകൾ, പിന്നെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് നോക്കിയാൽ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ, നല്ല രസമല്ലേ കാണാനായിട്ട്. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ലൈവ് മ്യൂസിക് ഷോകളൊക്കെ ഉണ്ട്. അതിലവർ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതൊക്കെ കണ്ടോ. ഈ സ്ഥലം ഒരു അടിപൊളി ലൊക്കേഷനായിരുന്നു കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ല കിടുക്കാച്ചി സ്ഥലമായിരുന്നു ഇത്. പോകുന്ന വഴിക്ക് നമുക്ക് സ്ട്രോബെറി ഫാം അങ്ങനെയുള്ളതൊക്കെ കാണാം. നല്ല ഫ്രഷ് സ്ട്രോബെറി കണ്ട് നിർത്തി ഞങ്ങൾ മേടിച്ചു. പിന്നെ ഒരു കേബിൾ കാർ എടുത്ത് ഞങ്ങളൊരു മൊണാസ്ട്രിയിൽ പോയി. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ കാണിക്കുന്നില്ല കേട്ടോ. അന്ന് ഞങ്ങൾ വൈകിട്ട് ലാസ്റ്റ് ഒരു പ്ലേസും കൂടെ പോയത് ക്രേസി ഹൗസ് എന്ന് പറഞ്ഞിട്ട്, അതും ഒരു ആർട്ട് ഹൗസാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ട് ഒരു വഴി കൂടെ കയറി പിന്നെ ഇപ്പുറത്തെ ഒരു വഴി കൂടെ ഇറങ്ങി വരുന്നത് എങ്ങനെയാണ്, നമ്മൾ ആകെപ്പാടെ അതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ കൺഫ്യൂഷൻ ആവും ഇതുവഴി ഇറങ്ങി വരുമെന്ന്. ക്രേസി ഹൗസിൻ്റെ അകത്തുള്ള പിക്ചേഴ്സാണിത്. അന്ന് വൈകിട്ട് ഇവിടെ അടുത്തൊരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിൻ്റെ അവിടെ നമുക്ക് വൈകിട്ടൊക്കെ ആകുമ്പോൾ തന്നെ നല്ല റോഡ് സൈഡിലെല്ലാം ആൾക്കാർ ഗിറ്റാറൊക്കെ ആയിട്ട് വന്ന് പാട്ടൊക്കെ പാടുന്നതൊക്കെ കാണാം. അന്നൊരു മാർക്കറ്റുണ്ട്, അതിൻ്റെ അടുത്തൊരു വലിയ മാർക്കറ്റാണ്. അവിടെ പോകുമ്പോൾ ഈ ഏരിയയിൽ വരുന്നവർ മസ്റ്റായിട്ട് ഒരു സാധനം കഴിക്കണം. ഇവിടുത്തെ പിസ്സ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പിസ്സയാണ്. അതായത് പപ്പടം ഇല്ലേ, നമ്മുടെ പപ്പടത്തിൻ്റെ മേളിലാണ് ഇവർ പിസ്സ ഉണ്ടാക്കുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. മുട്ടയൊക്കെ പൊരിക്കല്ല, മുട്ട അതിൻ്റെ മേളിലൊഴിച്ച് ഇങ്ങനെ നല്ല ടേസ്റ്റി ഒരു സാധനം അത് അവിടെ ചെല്ലുന്ന എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ആ ഡാലാത്തിലെ ഇവിടുത്തെ സ്ട്രീറ്റിലെ പിസ്സ. ഇത് അരിയില്ലേ, അരിയുടെ ഒരു അരിമണിയിൽ പേര് എഴുതിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്കത് കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ് അവരുടെ പേരിലൊരു കീ ചെയിൻ പോലെ ഉണ്ടാക്കിച്ചു. ഇത് പല കളറിലുള്ള സ്റ്റിക്കി റൈസാണ് ഇവിടുത്തെ. പല ടേസ്റ്റാണ് അതിന്. പിന്നെ ബീട്രൂട്ട്, പിന്നെ പീനട്ട് ഇട്ടത്, ക്യാരറ്റ് ഇട്ടത്, അങ്ങനത്തെ. ഇതിവിടുത്തെ രാവിലത്തെ വ്യൂ ആണ് ഹോട്ടലിൽ നോക്കുമ്പോൾ. നെക്സ്റ്റ് ഡേയിൽ ഞങ്ങൾ കുറച്ച് ദൂരെയാണ് നമുക്ക് കാണാനുള്ളൊരു സ്ഥലമുള്ളത്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് പിള്ളേർ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് അവർ മടുത്തു പോകും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, പിള്ളേർ വരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഹോട്ടലിൽ നിർത്തിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ആ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വന്നു. ഞങ്ങൾ പോകുന്നത് പോങ്ങൂർ വാട്ടർഫാൾ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. ഞങ്ങൾ ബൈക്ക് എടുത്തു. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളതുകൊണ്ട് ബൈക്ക് എടുത്തു പോയി. നല്ല അടിപൊളി വാട്ടർഫോളാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ മഴ കുറവായതുകൊണ്ട് വാട്ടർ ഇത്രയേ ഉള്ളൂ. നല്ല മഴയുള്ള സമയത്ത് നമ്മളുടെ ആതിരപ്പള്ളിയൊക്കെ പോലെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണെന്ന് തോന്നിയത്. ഈ വാട്ടർഫോളിൻ്റെ അടുത്തോട്ട് ഡാലാത്തിൽ നിന്ന് 47 കിലോമീറ്റർ ഉണ്ട്. ഈ പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ ഫാമുകളായിരുന്നു. ഒന്ന് ഈ വെജിറ്റബിൾസിൻ്റെത്, പിന്നെ ഈ ലെറ്റ്യൂസൊക്കെ പോലത്തെ ലീഫുകളുടേത്, പിന്നെ ഫ്ലവേഴ്സ്, റോസ്, അങ്ങനെയുള്ള പല പല ഗാർഡനുകളൊക്കെ കാണാമായിരുന്നു അവിടെ ഫാം. ഡാലാത്തിൽ ഇനിയും കുറച്ചും കൂടെ കാഴ്ചകളുണ്ട്. അപ്പോൾ അത് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.